പ്രിയപ്പെട്ടവരെ, കേരളം പനിക്കിടക്കയിൽ. ജൂണിൽ മാത്രം 1000 ചില്ലുവാനും ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാകും, അയൽവക്കത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ ഇത്തരം പ്രയാസങ്ങളുള്ളവരുണ്ടാവും. യഥാർത്ഥത്തിൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്താ മാർഗം? വന്നാൽ വളരെ എളുപ്പത്തിൽ ആ രോഗം മാറി നമുക്ക് ഹെൽത്തിയാകാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം? പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതാണ്? നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട ആഹാരം ഏതാ? മാത്രമല്ല, ഇത്തരം പ്രയാസത്തിൻ്റെ വേദനകൾക്കിടയിൽ അതെല്ലാം ശമിച്ചു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ എന്താ? അത്ഭുത മന്ത്രം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഫജൻ്റെ കുടുംബം, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ, ഇരുലോക ആഫിയത്ത് തരട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു, പ്രയാസങ്ങൾക്ക് അല്ലാഹു സമാധാനം, സലാമത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും അളീമത്തായ ഒരു നിഅമത്താണ് നമ്മുടെ ആരോഗ്യം, സിഹത്ത്. അതിനു പലപ്പോഴും കോട്ടങ്ങൾ സംഭവിക്കുന്ന, നമ്മൾ രോഗികളായി മാറുന്നൊരു ഘട്ടം, അത് വല്ലാത്തൊരു പ്രയാസഘട്ടമാണ്, ആരും ഇഷ്ടപ്പെടാത്തൊരു സന്ദർഭമാണ്. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളം പനിക്കിടക്കയിൽ എന്ന് പറയുന്ന ഒരു വാർത്തയുടെ ഒരു ഹെഡ്ലൈൻ ഞാൻ കണ്ടു. കേരളം പനിക്കിടക്കയിൽ. അതായത് ഈ മാസത്തിൽ മാത്രം 1862 ആളുകളാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസത്തിൽ നിലകൊള്ളുന്നത് എന്ന വാർത്ത കാണാൻ സാധിച്ചു. ഈ ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനി, അതേപോലെ തന്നെ ശിഗില്ല, മഞ്ഞപ്പിത്തം, ഇത്തരം രോഗങ്ങൾ കൂടെ പടരുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു. ഈ ഒരു സാഹചര്യം, അതിലേറ്റവും കൂടുതൽ ഗൗരവം കൊടുക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഡെങ്കിപ്പനി ബാധിച്ച അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം. കൃത്യമായ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്, ഇസ്ലാം തന്നെയല്ല, ഒരു മനുഷ്യൻ്റെ സാധാരണ നോർമൽ കോമൺ സെൻസ് തന്നെ പറയുന്നത് എന്താ? രോഗങ്ങൾ വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും, മെഡിസിൻസ് ഉണ്ടെങ്കിലും, അതിൻ്റെ മാർഗങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം കയ്യിലുണ്ടെങ്കിലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് രോഗം വരാതെ നോക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി. അതങ്ങനെയാണല്ലോ, ഒരു തർക്കമില്ല. അപ്പോൾ ഇതാണ് ഇസ്ലാം പറയുന്നത്. രോഗം വരാതിരിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തരുന്നുണ്ട്. രോഗം വരാൻ അനുവദിക്കുന്നേയില്ല. പിന്നെ വന്നതിന് ശേഷമുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ശുശ്രൂഷയും, അതും കൃത്യമായ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഒരാൾക്കെങ്കിലും ഇപ്പോൾ ആ രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ആ രോഗം വന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരുമോ എന്നുള്ള ഭയപ്പാടിൽ നമ്മൾ നിലകൊള്ളുകയാണ്. ഏത്? ഈ ഡെങ്കിപ്പനിയുടെ ഈ ഒരു സീസൺ പനി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ചില നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ രോഗം? എന്താണ് ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്ന രോഗം? എങ്ങനെയാണ് രോഗം വരുന്നത്? എന്താണ് അതിൻ്റെ വൈറസ്? അതിന് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് ഈഡിസ് കൊതുകുകൾ എന്ന് പറയുന്നൊരു വിഭാഗം കൊതുകുകളുണ്ട്. അവരിൽ നിന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണെന്ത്? അവരിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് എന്ന് അവർ പറയുന്നു. എന്നാൽ പ്രകൃതി ചികിത്സകരായ നാച്ചുറോപ്പതി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കൊതുകുകൾ എന്ന് പറയുന്നത് മഴക്കാലത്തുണ്ടാകും, വേനൽക്കാലത്തുണ്ടാകും, അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നും പറയുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയും, ആരോഗ്യപരമായി കുറവ് വരുന്നൊരു സന്ദർഭം ഈ ക്ലൈമറ്റ് മാറുമ്പോൾ, അതായത് മഴക്കാലത്തിലേക്ക് കടക്കുമ്പോൾ, ക്ലൈമറ്റിൽ ചൂടും തണുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോൾ ആരോഗ്യക്കുറവുള്ള ആളുകൾ, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. ആരോഗ്യമുള്ളവർക്ക് അതിങ്ങനെ പരിസരത്തൊക്കെ രോഗം വന്നിട്ട് ഇങ്ങനെ പോകുന്നില്ലാതെ അവരെ ബാധിക്കില്ല. അവരെ ബാധിക്കുന്നത് എപ്പോഴാണ്?
അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാധിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. അല്ലാതെ കൊതുകിൻ്റെ തലയിലേക്ക് വിഷയിടണ്ട എന്നൊക്കെ പറഞ്ഞ് നാച്ചുറൽ പതി ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും രണ്ടുപേരോടും നമ്മൾ തല്ലുകൂടാനില്ല. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഏതായിരുന്നാലും രോഗമുണ്ടല്ലോ. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത്, നേരത്തെ കൂട്ടി മനസ്സിലാക്കേണ്ടത്? ഈ രോഗം വരാതിരിക്കാൻ എന്താ മാർഗം? വന്നാൽ എന്താണ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ആ രോഗത്തിൽ നിന്ന് റിലീസാകാനുള്ള മാർഗങ്ങൾ എന്ത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നേരത്തെ സിഗ്നൽ നൽകുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഏതായിരുന്നാലും മഴക്കാല സീസൺ വരുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. നോക്കാം നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്. ഈ ഡെങ്കിപ്പനി എന്ന് എന്ത് പേരിട്ട് വിളിച്ചാലും ഈ ഒരു പനിയുടെ ലക്ഷണങ്ങൾ, പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് വൺ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനിയാണ്. ഒരു 104ഓളം അളവ് വരുന്ന ഒരു പനി, ശക്തമായ പനി ബാധിക്കുന്ന അവസ്ഥ. രണ്ടാമത്തത് ശക്തമായ തലവേദന ബാധിക്കുക. അതേപോലെ കണ്ണിൻ്റെ പിൻഭാഗത്ത് നിന്നിട്ട്, അതൊക്കെ ഈ ചെവിയുടെ പിൻഭാഗമൊക്കെ ഭയങ്കരമായ വേദനയും ഭയങ്കരമായ പ്രയാസവും കഠിനമായ വേദന ഉണ്ടാവും. അതിൻ്റെ ലക്ഷണമാണ്. മൂന്നാമത്തത് കഠിനമായ അസ്ഥി പേശി വേദന. ശക്തമായ വേദന ഉണ്ടാവും. അസ്ഥികൾക്ക് വേദന ഉണ്ടാവും, പേശികൾക്ക് വേദന ഉണ്ടാവും, അത് ശക്തമായ വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലുപൊട്ടിപ്പനി എന്നും വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എല്ല് പൊട്ടിപ്പോകുന്നത് പോലെ ശക്തമായ വേദന ഉണ്ടാവുക, അങ്ങനെയും പേര് പറയുന്നുണ്ട്. ഇനി നോക്കാം പ്രിയപ്പെട്ടവരെ, നാലാമത്തത് ശരീരത്തിൽ ചുവന്ന തടിച്ച പാടുകൾ, ശരീരത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക. അഞ്ചാമത്തത് ഭയങ്കരമായ ക്ഷീണം, തളർച്ച, വിറയലുണ്ടാവുക, വിശപ്പില്ലായ്മ ഏതായിരുന്നാലും മസ്റ്റാണ്. ഇങ്ങനെയുള്ള സംഗതികളെല്ലാം, പ്രത്യേകിച്ച് ആറാമത്തത് കടുത്ത ഓക്കാനം, ഛർദി ഉണ്ടാവുക, വൊമിറ്റ് ചെയ്യുക, പിന്നെ വയറുവേദന, ശക്തമായ വയറുവേദന, ഇതൊക്കെ ഉണ്ടാവുക. ഇതെല്ലാം കൂടെ ഒരാൾക്ക് സമ്മേളിച്ചോളണമെന്നില്ല. ഏതായിരുന്നാലും ഇത്തരം ലക്ഷണങ്ങൾ ഈ രോഗത്തിൻ്റെ, അതായത് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണമായിട്ടാണ് സയൻസ് കൃത്യമായിട്ട് പറയുന്നത്, ഡോക്ടർമാർ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അപകടകരമായ സാഹചര്യത്തിലുണ്ടാകുന്ന ചില അടയാളങ്ങളുണ്ട്, ചില ലക്ഷണങ്ങൾ. ആ ലക്ഷണം കുറച്ച് ക്രിട്ടിക്കലാണ്, അപകടകരമായ വിഷയം കൂടിയ പ്രശ്നമാണ്. എങ്ങനെയാണത്? തുടർച്ചയായ വൊമിറ്റിംഗ് ഉണ്ടാവുക, ഛർദി, നിൽക്കുന്നില്ല, ആൾ തകർന്നു പോകും, അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുക. അതേപോലെ രണ്ടാമത്തത് നമ്മുടെ മൂക്കിൽ നിന്ന്, വായിൽ നിന്ന്, പല്ലിൻ്റെ ഇടകളിൽ നിന്നെല്ലാം, പ്രത്യേകിച്ച് നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അതിലൂടെയൊക്കെ ബ്ലഡ് വരുന്ന അവസ്ഥ, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ കഠിനമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്, ഗൗരവം കൂടിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ ശക്തമായ വയറുവേദന, താങ്ങാൻ പറ്റുന്നില്ല, ഞെരിപിരി കൊള്ളുക, അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ശ്വാസതടസ്സം വരിക, അതേപോലെ വേഗത്തിൽ ശ്വാസം എടുക്കാനുള്ള പെട്ടെന്ന് സ്പീഡപ്പാക്കുക, ശ്വാസമിടിപ്പ് വേഗതയാവുക, അതിൻ്റെ പ്രശ്നമുള്ള ഒരു ലക്ഷണമായി പറയുന്നുണ്ട്. അമിതമായ ഉറക്കം, ബോധക്ഷയം, അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുക, അതൊക്കെ ഇതിൻ്റെ ഒരു ഗൗരവമുള്ള ലക്ഷണമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? ഇത്തരം രോഗം ഒരാൾക്ക് വന്നുപോയി, ഇനി എന്താ മാർഗം? ഇനി ആ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ, നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കൗണ്ട് വീണ്ടും ഡൗണായി പോയി നാശമാകാതിരിക്കാൻ, എത്ര ആളുകളാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദെ ദുആ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. ഡെങ്കിപ്പനി ബാധിച്ച് കൗണ്ടൊക്കെ കുറഞ്ഞ് അങ്ങനെ ആയിരുന്നതാണ്, കുറച്ച് പ്രശ്നം കൂടിപ്പോയി, രോഗം കൂടിപ്പോയി, സ്റ്റേജ് ക്രിട്ടിക്കലായൊരവസ്ഥയിലേക്ക്, ICUയിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കുടുംബത്തിലെ 3 രോഗമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു അവരുടെയും രോഗം അനുഭവിക്കുന്ന എല്ലാവരുടെയും, മുസ്ലിമീങ്ങൾ മാത്രമല്ല സകല മനുഷ്യരുടെയും രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം, ഇത് അടിവരയിടണം, നിങ്ങൾ മറക്കാൻ പാടില്ല. ഇത് ഈ രോഗമല്ല, ഏത് രോഗവും ബാധിച്ചാലും, ഇപ്പോൾ ഈ ഡെങ്കിപ്പനി ബാധിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പനി ബാധിച്ചു, അസ്വസ്ഥത രോഗങ്ങൾ ബാധിച്ചു, അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവായ ഖായിദയാണിത്. എന്താ പറയുന്നത്? ഒരു കാരണവശാലും ദഹിക്കാൻ പ്രയാസമുള്ള ഘട്ടത്തിൽ
അതാണ് രോഗമെന്ന് പറഞ്ഞാൽ തന്നെ. ഇപ്പോൾ ഡെങ്കിപ്പനി ആയാലും ഏതു പനിയായാലും പനി ബാധിച്ചാൽ പിന്നെ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും. അതായത് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ആരോഗ്യം ശരീരത്തിനില്ല. ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ഊർജം കൊടുക്കാനുള്ള കഴിവ് ശരീരത്തിനില്ല എന്ന് കാണുമ്പോഴാണ് വിശപ്പ് കെട്ടുപോകുന്നത്, വിശപ്പില്ലാതെ വരുന്നത്. ഈ വിശപ്പില്ലാതെ വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഒമിറ്റ് ചെയ്യുക, വേണ്ട ആൾക്ക് ഭക്ഷണം ഒരു നിവൃത്തിയില്ല, ദഹിക്കൂല, വയറ് കലിച്ചെടുക്കുക. ആ അവസ്ഥയിൽ ഒരു കാരണവശാലും അത്തരം രോഗികൾ കഴിക്കാനും പാടില്ല, അവരെ കഴിപ്പിക്കാനും പാടില്ല. ഇത് ഏറ്റവും ഗൗരവമാണ്. നമ്മൾ എന്തൊക്കെ എവിടെയെല്ലാം ഏതെല്ലാം ഹൈടെക് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കൺസൾട്ട് ചെയ്താലും അടിസ്ഥാനപരമായ ഈ ഒരു നിയമം നമ്മളൊക്കെ അറിയണം. എന്താ നിയമം? രോഗം ബാധിച്ച് രോഗിക്ക് ഭക്ഷണം വേണ്ട, വിശപ്പില്ല എന്ന ഘട്ടം വന്നാൽ, ദഹനക്കേടാണെങ്കിൽ നിർബന്ധിപ്പിച്ച് അവർ കഴിക്കാനും പാടില്ല, കഴിപ്പിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെട്ട് പറഞ്ഞു, ലാ തുക്രിഹു മർലാക്കും അല തുആമി വസ്സറാബ് ഫഇന്നല്ലാഹ യുത്ഇമുഹു വയസ്ഖീഹി. ഒരു കാരണവശാലും ലാ തുക്രിഹു മർലാക്കും, രോഗം ബാധിച്ച ആളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഉമ്മച്ചിനോട് ചൂടാവുക, ബാപ്പയോട് ചൂടാവുക. ബാപ്പ ഇങ്ങനെ പോയാൽ കാറ്റ് പോകും. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ മര്യാദക്ക് ഭക്ഷണം കഴിച്ച് എത്ര ദിവസമായി? ചുമ്മാ പനിയാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചൂടാവും, മക്കളോട് ചൂടാവുക. അങ്ങനെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. തീർച്ചയായിട്ടും 3 ദിവസം കൊണ്ട് മാറേണ്ട ഈ രോഗം 3 ആഴ്ചയിലേക്ക് പെൻഡിങ് ആവും, മാറൂല. നമ്മൾ യഥാർത്ഥത്തിൽ നിലവിൽ രോഗങ്ങൾ വരുന്നതിൻ്റെയും ഇല്ലാത്ത രോഗം വരുന്നതിൻ്റെയും ഉള്ള രോഗം കൂടുന്നതിൻ്റെയും പ്രധാന കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? വൈറസുകളും പ്രശ്നമല്ല, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതികളാണ്, ഭക്ഷണത്തിലൂടെയാണ് വരുന്നതും. ഭക്ഷണം ആവശ്യമില്ലാതെ കഴിക്കുമ്പോഴാണ് രോഗം നീണ്ടു നിൽക്കുന്നതും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ രോഗികളെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാൻ നിർബന്ധിപ്പിക്കാൻ പാടില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. കാരണം ഫഇന്നല്ലാഹ യുത്ഇമുഹും വയസ്ഖീഹിം, അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ട ഭക്ഷണ പാനീയ പദാർത്ഥങ്ങളുടെ കഴിവുകൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വിശപ്പില്ലാത്തത്. നിങ്ങളവിടെ നിർബന്ധിപ്പിക്കരുത് എന്ന് പറയും. എന്നാൽ ഒരു രോഗി ഒരാളോട് നിർബന്ധമായിട്ട് ഒരു ഭക്ഷണം ചോദിച്ചു, എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പെട്ടെന്ന് ചൂടാകാൻ പാടില്ല. ചോദിക്കുന്ന ന്യായം നമ്മൾ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ആ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരാൾക്കൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യം തോന്നുന്നത് അത് ദഹിപ്പിക്കാനുള്ള ഒരു പവർ അവരുടെ ആമാശയത്തിന് ഉണ്ടാകുമ്പോഴേ തോന്നുന്നത്. കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും വെറുതെ വിശപ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ കഴിക്കാനും പാടില്ല. വിശപ്പില്ലല്ലോ, എന്തെങ്കിലും കഴിക്കണ്ടേ, ജീവൻ നിലനിൽക്കണ്ടേ എന്ന് കരുതി നമുക്ക് വേണ്ടാതെ നമ്മൾ കഴിക്കുന്ന അവസ്ഥ, അത് വേണ്ടാത്ത അവസ്ഥയിൽ പച്ചവെള്ളം പോലും വേണ്ടെങ്കിൽ നമുക്ക് പറ്റൂല. വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ അറിയണം. അതുകൊണ്ട് ഒരു കാരണവശാലും നിർബന്ധിപ്പിക്കുകയത്, പ്രത്യേകിച്ച് കഞ്ഞി കുടിക്കാൻ നിർബന്ധിപ്പിക്കുക. അതൊക്കെ അത്യാവശ്യം ഡൈജഷൻ ശക്തമായിട്ട് നടക്കേണ്ട ആരോഗ്യമുള്ള ആളുകൾക്ക് കഴിക്കാനുള്ളതാ കഞ്ഞി. രോഗം വരുമ്പോൾ കഞ്ഞിയാകാൻ നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ആ കഞ്ഞി കുടിച്ച് നമ്മൾ കഞ്ഞിയാവുകയാണ്. കാരണം അയാൾക്കത് വേണ്ട. ആ ഒരു സാഹചര്യം കൃത്യമായി മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തീർച്ചയായിട്ടും രോഗിക്ക് എന്താ കൊടുക്കുക, രോഗിക്ക് എന്താ നല്ലത്? പ്രത്യേകിച്ച് ഇത്തരം ക്ഷീണമുള്ള പനിയുടെയും തളർച്ചയുള്ള പനിയുടെ ഡെങ്കിപ്പനിയുടെയൊക്കെ അവസ്ഥയിൽ ഏറ്റവും പെർഫെക്റ്റായ ഭക്ഷണം എന്ന് പറയുന്നത് കരിക്കിൻ വെള്ളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ഒരു ജീവിക്ക് പോലും ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്യാവശ്യം പ്രൊട്ടക്റ്റഡായി അള്ളാഹു സംവിധാനിച്ചു. അത് ചുമ താഴെ ഇടല്ല, ചുമ ചക്ക പോലെയൊക്കെ താഴെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതൊക്കെ മനോഹരമായി മുകളിൽ തന്നെ അള്ളാഹു സംവിധാനിച്ച കരിക്കിൻ വെള്ളമല്ലേ, എത്ര മനോഹരമാണ്. അത് തീർച്ചയായിട്ടും ഇത്തരം രോഗികൾക്ക് വളരെ ഫിറ്റാണ്. അവരുടെ കൗണ്ട് കുറയുന്നതിനും ക്ഷീണം മാറുന്നതിനും എനർജറ്റിക് ആവുന്നതിനൊക്കെ വളരെ ഫിറ്റാണ് കരിക്കിൻ വെള്ളം. അതാണ് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. അല്ലാതെ ചൂടായിട്ട് അവരെ കൊണ്ട് ചോറും കഞ്ഞിയും ബ്രെഡും ബന്നൊക്കെ തീറ്റിപ്പിച്ചാൽ, ഈ മൈദയൊക്കെ ഉള്ളിൽ ചെന്നാൽ സംഗതി തലകുത്തി മറിയും. പിന്നെ എല്ലാത്തിനും സൗകര്യമുണ്ട്. ICU വേണമെങ്കിൽ ICU, വെന്റിലേറ്ററിൽ വേണമെങ്കിൽ വെന്റിലേറ്റർ, സർജറി വേണമെങ്കിൽ അങ്ങനെ സകല സെറ്റപ്പും നമ്മുടെ ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവാൻ അല്ല. നമ്മുടെ വിവേകം പ്രവർത്തിക്കണം, വികാരം ഒന്ന് ശമിപ്പിക്കണം. അപ്പോൾ കരിക്കിൻ വെള്ളം തീർച്ചയായിട്ടും വളരെ ഫിറ്റാണ്. അവരുടെ ക്ഷീണം മാറാൻ, പ്രത്യേകിച്ച് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക്
പറ്റില്ലാത്തതുകൊണ്ടാണ്. എന്ത് കരിക്കിൻ വെള്ളമല്ല, കരിക്കിൻ വെള്ളത്തിൽ തേൻ ചേർത്ത് നല്ല ശുദ്ധമായ കരിക്കിൻ വെള്ളം, ആ കരിക്കിൻ വെള്ളത്തിലേക്ക് നല്ല ശുദ്ധമായ കെമിക്കൽ ആഡ് ചെയ്യാത്ത, പ്രോസസ്സിങ് നടക്കാത്ത, കൃത്രിമ ശുദ്ധീകരണം നടക്കാത്ത, അതിൻ്റെ വെള്ളം വറ്റിച്ച് കളയാത്ത നാച്ചുറൽ ഹണി അത് ആ കരിക്കിൻ വെള്ളത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇത്തരം രോഗികൾ, പ്രത്യേകിച്ച് എല്ലാ രോഗികൾക്കും പറ്റും, ഇത്തരം രോഗികൾ പ്രത്യേകിച്ച് അന്ന് കുടിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഏതായിരുന്നാലും കുടിച്ചാൽ ഭയങ്കര നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും, നമ്മുടെ കൗണ്ടിങ് കുറയുന്നതിൻ്റെ പ്രയാസങ്ങൾ മാറും, നല്ല ഉഷാറും ഉന്മേഷം ഉണ്ടാവും. അതോ ദഹിക്കാൻ പ്രയാസം ഉണ്ടാകില്ല, വലിയ പ്രയാസം ഉണ്ടാകില്ല. എന്നാൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കാൻ പവറുള്ളതാണ്, അത് അത്യാവശ്യം പവറുള്ളതാണ്. എത്ര വീര്യമുള്ളതെന്നറിയോ? അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിർജ്ജലീകരണം, തീരെ വെള്ളം ശരീരത്തേക്ക് ചെല്ലാത്തൊരവസ്ഥ, കാരണം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുടിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിർജ്ജലീകരണം ഉണ്ടാകില്ല, ക്ഷീണം മാറുന്ന അവസ്ഥയുണ്ടാകും, വലിയ ലാഭമുണ്ട്. അതിനെന്താകണം? കരിക്കിൻ വെള്ളത്തിൽ നമ്മൾ ശുദ്ധമായ തേൻ തന്നെ ചേർക്കണം. പഞ്ചസാര ലായിനി അല്ലെങ്കിൽ കെമിക്കൽ ചേർത്തിട്ടുള്ള തേനുകളാകരുത്. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് കൊണ്ട് സംവിധാനമുണ്ടല്ലോ. ഇപ്പോൾ കഫാക്ക് ഹണി എന്ന് പറയുന്ന, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് നമ്മൾ മെസ്സേജ് ചെയ്താൽ, അല്ലെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ നമ്മളൊന്ന് കയറിയിട്ട് നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ സംഗതി എത്തുന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തകർ സംവിധാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് 100% വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കെമിക്കൽ ഒരു ആഡിങ് നടന്നിട്ടില്ല, അതിൽ പ്രോസസ്സിങ് നടന്നിട്ടില്ല, ചുമ്മാ പച്ചയായിട്ട് ഒന്നും ഒരു കലർപ്പുമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും വലിയ ഉപകാരം, വലിയ ഉന്മേഷം കിട്ടും ഇത് ഉപയോഗിക്കുന്ന. അല്ലാതെ തേൻ കിട്ടിയില്ല, കരിക്കിൻ വെള്ളം മാത്രം, ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. അത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് മാതള നാരങ്ങ എന്ന് പറയും, ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്ന മാതള നാരങ്ങ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് ഒരു അത്ഭുതകരമായ മനോഹരമായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഒരു അംശം, അള്ളാഹു ഇന്നും ഭൂമി ലോകത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ മാതള നാരങ്ങ എന്ന് പറയുന്ന ആ ഫ്രൂട്ടിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കുമ്പോൾ അതിൻ്റെ മണികളുണ്ടല്ലോ, ആ ഫ്രൂട്ടിൻ്റെ മണികൾ, ഒരു മണി പോലും പുറത്തു പോകാതെ കഴിക്കണമെന്നാണ്. കാരണം അതിലെ ഒരു അംശം, ഒരു വിത്ത്, സ്വർഗത്തിൽ നിന്നുള്ള വിത്ത, അത് ഉള്ളിൽ ചെല്ലും. വലിയ മനോഹരമാണ്. അപ്പോൾ ഈ റുമ്മാൻ അല്ലെങ്കിൽ മാതള നാരങ്ങ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ഇത്ര മനോഹരമാണ്. ഇപ്പോൾ വായനയൊക്കെ ഭയങ്കര കയ്പും പ്രയാസമൊക്കെ ആകുമ്പോൾ ഒരു ആശ്വാസത്തിന് നല്ലതാണ്. അത് നമ്മുടെ കൗണ്ട് കൂടാനും അതേപോലെ തന്നെ നമുക്കൊരു എനർജി ഉണ്ടാകാനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ വളരെ നല്ലതാണ്. അതിൽ ജലാംശങ്ങളുണ്ടല്ലോ, വലിയ സന്തോഷമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ക്ഷീണം മാറും, അത് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തത് ഈ സിട്രസ് ഫ്രൂട്ടുകളുണ്ടല്ലോ, ഓറഞ്ച്, അതേപോലെ മുസമ്പി, നാരങ്ങ, വളരെ വളരെ നല്ലതാണ്. നാരങ്ങയൊക്കെ ശരീരത്തിന് ഭയങ്കര ഗുണം ചെയ്യും, പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ. മുസമ്പി ഗുണം ചെയ്യും, അതേപോലെ തന്നെ ഓറഞ്ച് ഗുണം ചെയ്യും, അതൊക്കെ നല്ലതാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെയാണ് അതേപോലെ മൂന്നാമത്തതാണ് പപ്പായ, കപ്പങ്ങ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, പെരുമ്പാവൂരിൽ കപ്പങ്ങ. പപ്പായ എന്ന് പറയുന്ന സംഗതി, അത് തീർച്ചയായിട്ടും ഇത്തരം രോഗികൾക്ക് നല്ല പഴുത്ത പാകമായ പപ്പായ, പ്രത്യേകിച്ച് നാടൻ പപ്പായ ആണെങ്കിൽ പൊന്നും വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ വാങ്ങണം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും ആദരവോടെ കാണേണ്ട ഒരു ഫ്രൂട്ടാണ് പപ്പായ. അള്ളാഹു നമുക്ക് ചെയ്ത ഭയങ്കര നിഅമത്താ പപ്പായ. പപ്പായ എന്നുള്ള നിഅമത്താൽ അത് കഴിക്കാനുള്ള അവസരം നമ്മൾ എവിടെ കിട്ടിയാലും അത് ഉപയോഗപ്പെടുത്തണം. അത്യാവശ്യം നല്ലതായിരിക്കണം. ഏതാണ്ട് പഴുത്തു പാകപ്പെട്ടത് അവർക്ക് വയറിന് വലിയ ആശ്വാസം കൊടുക്കാൻ, ദഹനക്കേടിൻ്റെ പ്രയാസങ്ങളൊക്കെ ആശ്വാസം കിട്ടാൻ, ദഹനം എളുപ്പമാകാനൊക്കെ വളരെ ഫിറ്റാണ്. അതിൽ പപ്പൈൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതൊരുപാട് ഫലം ചെയ്യും, ഗുണം കിട്ടും. നാലാമത് കിവി എന്ന് പറയുന്നൊരു ഫ്രൂട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടായിട്ടല്ല നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അതും നമ്മുടെ കൗണ്ട് കമ്മിയാകുന്നതിനും കുറഞ്ഞു വരുന്ന മൈനസ് ആകുന്നതിനൊക്കെ വളരെ നല്ലതാണ്, ഗുണം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആപ്പിൾ ഗുണം ചെയ്യുന്നു പറയുന്നുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഒരു കാരണവശാലും നമ്മൾ വിശപ്പില്ലാത്തപ്പോൾ വേവിച്ച ആഹാരങ്ങൾ, കുക്ക് ചെയ്ത ഫുഡുകൾ നമ്മുടെ ശരീരത്തിന് ഭാരം തോന്നുന്ന അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം നമുക്ക് ദാഹം, അതേപോലെ തന്നെ ലഘുവായ ഇത്തരം ഫ്രൂട്ട് ഭക്ഷണങ്ങളൊക്കെ
ഒന്ന് ഉൾപ്പെടുത്തി കൊടുത്താൽ അതിലൂടെ ഭക്ഷണം നമ്മുടെ വിശപ്പിൻ്റെ പ്രയാസം കൊണ്ട് മാറിക്കിട്ടും, അതേപോലെ ദാഹം മാറിക്കിട്ടും, അതേപോലെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും, നമ്മുടെ ദഹനം നന്നായി കിട്ടും, അതേപോലെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും, ഗുണം ചെയ്യും. ഇപ്പോൾ ഈ രോഗം ബാധിച്ച ആളുകൾക്ക് ചെറിയ കൗണ്ട് കുറഞ്ഞ് തുടങ്ങുന്ന ആളുകളോട് എന്താ പറയുക ഡോക്ടർമാർ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുളിക മരുന്നൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് ഗുളിക, ഡെങ്കിപ്പനിക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് ഗുളിക മരുന്നില്ല, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, നന്നായിട്ട് വിശ്രമിക്കണം, മസ്റ്റാണ് വിശ്രമം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ആരോഗ്യപരമായി തകരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വർഷത്തിൽ ഇത്രയും ദിവസം വർക്കൗട്ട് ചെയ്ത് നമ്മളോട് ജസ്റ്റ് ഒരു വിശ്രമത്തിന് വേണ്ടി അനുവദിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധമായി പറയുന്നൊരു സമയമാണ് ഈ രോഗത്തിൻ്റെ സമയം. വിശ്രമം നിർബന്ധ. യഥാർത്ഥത്തിൽ വിശ്രമിച്ചാൽ, റെസ്റ്റ് എടുത്താൽ മാറാത്തൊരു രോഗം സാധാരണ രോഗമില്ല. ഏത് സാധാരണ രോഗവും വിശ്രമിച്ചാൽ, റെസ്റ്റ് എടുത്താൽ മാറും. ഒരു ഗുളിക മരുന്നും വേണ്ട, റെസ്റ്റ് ഉണ്ടായാൽ മതി. റെസ്റ്റ് ആയിരിക്കണം അത്. ഇത് നമ്മൾ ഗുളികയുണ്ട്, റെസ്റ്റും ഇല്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായ പ്രയാസമേൽപ്പിക്കലാണ്. അപ്പോൾ അവരോട് പറയുന്നത് എന്താ? നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, ഇതിന് പ്രത്യേകിച്ച് ഗുളികയൊന്നുമില്ല. പനി ഉണ്ടെങ്കിൽ, നല്ല പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചോളൂ എന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേണ്ടത് റെസ്റ്റാണ്. പിന്നെ ഭക്ഷണം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്ത് കഴിക്കുന്ന അവസ്ഥ, അത് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇത് വരാതിരിക്കാൻ എന്താ മാർഗം? ഇപ്പോൾ ഈഡിസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. കൊതുകുകൾ വളരാനും പിന്നെ മുട്ടയിട്ട് പെരുകാൻ അനുവദിക്കരുത്. ചിരട്ട അതിങ്ങനെ മലർന്ന് കിടക്കുകയാണെങ്കിൽ ഇത് വെള്ളം കെട്ടിക്കിടക്കും, ടയറിൽ വെള്ളം കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെന്ന് നോക്കണം. കൊതുകുകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, സൂക്ഷിക്കണമെന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. അത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവർക്ക് നലാഫത്ത്, വൃത്തി, അത് ഈമാനിൻ്റെ ഭാഗമാണ്. വിശ്വാസമുണ്ടോ? അവരുടെ കുടുംബത്തിൽ ഒരു ചിരട്ടയിലും കൊതുക് മുട്ടയിട്ട് വരില്ല, ഈമാനുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ശുദ്ധീകരിക്കണം, മസ്റ്റാണ്. പിന്നെയോ നമ്മുടെ വീടിൻ്റെ പിന്നെ സിറ്റൗട്ടിൽ, വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുന്തിരിക്കം പുകപ്പിക്കണം. അത് കൊതുക് പോലുള്ള പ്രാണിജീവികൾക്ക് പിന്നെ വന്നുകൂടാൻ അത്ര പ്രയാസകരമായൊരു ഘട്ടമുണ്ടാവും. മാത്രമല്ല അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. കുന്തിരിക്കം പുകയ്ക്കുന്ന അവസ്ഥ, അതൊക്കെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഈ ഒരു കൂടുതൽ കൊതുകുകൾ ഉണ്ടാകുന്ന മഴ സീസണിൽ കൂടുതൽ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത്തരം രോഗസാഹചര്യങ്ങൾ വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനിയും ശരീരത്തിന് വേദനകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രിക്കാനുള്ള വലിയൊരു മെഡിസിൻ, ഒരു പരിശുദ്ധമായ ദിക്ർ വഹീൻ്റെ നാവിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദിക്ർ കൂടെ, ആ ഒരു മന്ത്രം കൂടെ പ്രിയപ്പെട്ടവരെ ചേർത്തി മനസ്സിലാക്കുക, സ്വയം ഉപയോഗപ്പെടുത്താം, മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കാം. അത് തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഇത്തരം പ്രയാസങ്ങൾ വന്നു പോകുമ്പോൾ അല്ലാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്തരം രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ പ്രത്യേകിച്ച് പനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മന്ത്രമാണിത്. നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, എഴുതി വെക്കണം, പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. എന്താണ് പനിയും ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ മന്ത്രിക്കേണ്ടത്? നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അളീമി മിൻ ശർരി കുല്ലി അർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. ഇതാണ് ആ മന്ത്രിക്കാനുള്ള വചനങ്ങൾ. എന്താ വചനത്തിൽ പറയുന്ന? മഹാനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ചോര തിളച്ചു മറിയുന്ന എല്ലാ ഞരമ്പുകളുടെയും തിന്മകൾ, പ്രയാസത്തിൽ നിന്നും, നരകാഗ്നിയുടെ ചൂട്, പരിയുടെ ശക്തമായ ചൂടിൻ്റെ തിന്മയിൽ നിന്നും പ്രതാപശാലിയായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എഫക്റ്റീവാണ്. എന്തു പനി ബാധിച്ചാലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ, ഇത് യഥാർത്ഥത്തിൽ ഒരു മെഡിസിനാണ്. ഈ മെഡിസിൻ്റെ പ്രത്യേകത എന്താ? അൽ അദ്വിയത്തുൽ ഇലാഹിയ, ഇലാഹിയായ ഒരു മരുന്നാണിത്, ഒരു മെഡിസിനാണ്. അത് ഉപയോഗപ്പെടുത്താം. ഇനി അടുത്ത, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് മന്ത്രിച്ചു കൊടുത്ത മന്ത്രമാണ് ജിബ്രീലിൻ്റെ മന്ത്രം. അതും ആരെ മന്ത്രിക്കുന്ന? പുണ്യ നബിയെ. ഏതാണ് ആ മന്ത്രം? അതും പഠിച്ചു വെക്കാം. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യസ്ഫീക ബിസ്മില്ലാഹി അർഖീക. മനോഹരമായ ദിക്റാണ് ഇത്. പനിയും മറ്റു രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മന്ത്രിക്കാൻ പറ്റുന്നതാണ്. എഴുതി വെക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ താങ്കൾക്ക് മന്ത്രിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിക്കുന്ന ശൈലിയാണത്. ഇതാണ് അതിൽ പറയുന്നത്. താങ്കൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും, എല്ലാ ദുഷിച്ച ആത്മാക്കളുടെയും അസൂയുള്ള കണ്ണുകളുടെയും തിന്മയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിനോട്, അള്ളാഹു
താങ്കൾക്ക് രോഗശമനം നൽകട്ടെ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തങ്ങളെ മന്ത്രിക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകിച്ച് പനി ബാധിക്കുന്ന നേരത്ത്, അല്ലാത്ത സമയത്ത് രോഗങ്ങൾക്കൊക്കെ നമുക്ക് സ്വന്തം മന്ത്രിക്കാവുന്നതാണ്. മറ്റുള്ള നമ്മുടെ കുട്ടികളെയൊക്കെ മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ്. എഫക്റ്റീവാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഉപയോഗപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തരം പ്രയാസങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക? രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, വൃത്തിയാക്കലും ശുദ്ധിയാക്കലും, ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാൻ വേണ്ടി അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരം ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിൽ നമ്മൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ കിട്ടിയ ഫുഡെല്ലാം കഴിക്കുന്ന അവസ്ഥ. അതിൽ കെമിക്കൽ നോക്കുന്നില്ല, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നും നോക്കുന്നില്ല, ചുമ്മാ കിട്ടിയതൊക്കെ കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തകരുന്ന എന്താണെന്നറിയോ? ആരോഗ്യമാണ്, ഇമ്മ്യൂണിറ്റി. ഈ രോഗപ്രതിരോധ ശേഷിയാണ് തകരും. പിന്നെ നമ്മൾ നിത്യരോഗിയാവും. അപ്പോൾ രോഗിയാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ നിർബന്ധമായി എടുക്കണം. എല്ലാവരും ഓർമ്മിക്കണം, അള്ളാഹു എല്ലാ പ്രയാസത്തിൽ നിന്നും നമ്മയും പ്രയാസപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله